നാടിന്റെ വികസനത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ ഡോക്ടർ ടി.എം. തോമസ് ഐസക് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. തോമസ് ഐസക്കിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടത്തിയ മുഖാമുഖം പരിപാടിയിൽ സ്ഥാനാർത്ഥിയോടൊപ്പം പങ്കെടുത്ത ശേഷം കൈരളി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇപ്പം മുഖാമുഖമാണ് കഴിഞ്ഞിരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് ആ മണ്ഡലത്തിലെ വോട്ടർമാരോട് സംവദിക്കുന്ന ഒരു പ്രോഗ്രാം ശരിക്കും എത്ര ആളുകൾക്ക് ഇങ്ങനെ സാധിക്കും? അത് തോമസ് ഐസക്കിനെ പോലുള്ള അപൂർവം ചില ആളുകൾക്ക് സാധിക്കുന്ന കാര്യമാണ്. മാത്രമല്ല അതിന് മറ്റൊരു കാഴ്ചപ്പാട് കൂടിയുണ്ട്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാരെന്ന് അദ്ദേഹം അംഗീകരിക്കുന്നു. ജനപ്രതിനിധികൾ ദാസന്മാരായിരിക്കണമെന്ന കാഴ്ചപ്പാടാണ് ജനാധിപത്യത്തിൻ്റെ അർത്ഥപൂർണ്ണമാക്കുന്ന കാഴ്ചപ്പാട്. അത് കൃത്യമായി മനസ്സിലാക്കുന്നൊരു സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ ടി.എം. തോമസ് ഐസക്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എവിടെ ചെല്ലുന്നിടത്തെല്ലാം ജനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. അതിന് ഔപചാരികതയോ അതിനകത്ത് യാന്ത്രികമായ ശൈലിയല്ല, മറിച്ച് തികഞ്ഞ സൗഹൃദത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും എല്ലാം നിലവാരം ഉയർത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും ജനം തടിച്ചുകൂടുകയാണ്. അദ്ദേഹത്തിൻ്റെ പുത്തൻ ആശയ പ്രപഞ്ചം തീർത്തുകൊണ്ടുള്ള സാമ്പത്തിക രംഗത്തെ ഇടപെടലുകളാണ് കേരളത്തെ ഇന്ന് കാണുന്ന രൂപത്തിൽ പുരോഗതിയിലേക്ക് നയിക്കാൻ ഇടവന്ന ഒരു സാഹചര്യം. അപ്പോൾ നിശ്ചയമായും ആ തരത്തിൽ വലിയ സംഭാവന നൽകി രാഷ്ട്രീയ കേരളത്തിൽ ഭരണതലത്തിലും പാർലമെൻ്ററി പ്രവർത്തനത്തിലും അതോടൊപ്പം തന്നെ സംഘടനാ പ്രവർത്തനത്തിലും സജീവ സാന്നിധ്യമായി അരനൂറ്റാണ്ട് കാലത്തോളം നിന്ന് പ്രവർത്തിച്ച തോമസ് ഐസക്കിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കേണ്ടതില്ല. അദ്ദേഹത്തെ അറിയാത്ത ആരും ഈ നാട്ടിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗുണം ലഭിക്കാത്ത, അദ്ദേഹത്തിൻ്റെ ഭരണവൈഭവം കൊണ്ട് ഗുണം ലഭിക്കാത്ത ഒരാളും ഈ നാട്ടിലില്ല. ഈ മണ്ഡലത്തോടെ പോവുകയാണെങ്കിൽ കിഫ്ബി റോഡുകൾ സാക്ഷ്യം വയ്ക്കും. കിഫ്ബി റോഡ് മാത്രമല്ല, ഇവിടെ അദ്ദേഹം പറയാതിരുന്ന ഞാൻ പറയാൻ നിരവധി കാര്യം. ഈ നാട്ടുകാരൊക്കെ ഏതെങ്കിലും തരത്തിലൊരു രോഗം വന്നാൽ ആദ്യം ഓടിയെത്തുന്ന ഇവിടെ മെഡിക്കൽ കോളേജിലാണ്. ഗുരുതരമായ രോഗം വന്നാൽ ആ മെഡിക്കൽ കോളേജിന് ഇപ്പോൾ കിഫ്ബി പ്രോജക്റ്റ് ഉപയോഗിച്ച് ഏതാണ്ട് 564 കോടി രൂപയുടെ സ്പെഷ്യാലിറ്റി ക്ലിനിക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കും തീരാൻ പോവുകയാണ്. ഇതെല്ലാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വിഭാവനം ചെയ്ത പദ്ധതികളാണ്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ആശുപത്രിക്ക് 129 കോടി രൂപ മുടക്കി 10 നില മന്ദിരം തീരാൻ പോവുകയാണ്. ഇത് കിഫ്ബി പ്രോജക്റ്റാണ്. വൈക്ക ആശുപത്രി ഇങ്ങനെ ഈ ജില്ലയിലെ ആതുര സേവന രംഗത്ത് കോടിക്കണക്കിന് രൂപ മുടക്കി അനവധി പാവങ്ങൾക്ക് ആതുര സേവന രംഗത്തെ അഭയകേന്ദ്രമായി ആശുപത്രികളെ മാറ്റിത്തീർത്തത് ആ പദ്ധതിയാണ്. അങ്ങനെ നിരവധി പദ്ധതികൾ നമ്മുടെ ജില്ലയിൽ, നിരവധി റോഡുകൾ, കലുങ്കുകൾ, പാലങ്ങൾ, ആശുപത്രികൾ, വലിയ ബിൽഡിങ്ങുകൾ ഇതെല്ലാം കിഫ്ബി പ്രോജക്റ്റ് വഴി നടപ്പാക്കിയപ്പോൾ പരിഹസിച്ചവർ പോലും കിഫ്ബിയുടെ പണത്തിന് വേണ്ടി പുറകെ നിന്ന് പരക്കം പായി അദ്ദേഹത്തെ കാണാനും നടക്കുന്ന രംഗം നമ്മൾ കണ്ടു. ഫ്ലെക്സും വെച്ചു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ രംഗത്തെല്ലാം സൃഷ്ടിച്ച ഒരു മാതൃക അതാർക്കും തകർക്കാനാവാത്ത ഒരു വിശ്വാസ്യത ജനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ആ വിശ്വാസ്യത നിശ്ചയമായും പത്തനംതിട്ട പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി വലിയ ഭൂരിപക്ഷമായിരിക്കും ഐസക്കിനുണ്ടാവുക എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഞാൻ കുറേ ദിവസമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ചില ഘട്ടങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അതിൽ നിന്ന് സൂചിപ്പിക്കുന്നതാണ്. വലിയ വിജയം നേടുന്ന തന്നെ പ്രതീക്ഷയാണ് മന്ത്രി വി.എൻ. വാസവൻ പങ്കുവെക്കുന്നത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജു ടി. ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.